Dear students, in the last lecture of atomic, nuclear and particle physics paper, we have discussed what are the different kinds of elementary particles observed in the nature and how it is classified according to their spin as well as their interaction with the strong force. Now in this video we will be discussing the particle quantum number and what is its importance. Okay. So before going to the discussion, I would like to introduce once again the classification of elementary particles. So we have basically two categories, fermions and bosons, and these particles are also arranged in terms of their interaction with the strong force. Particles which are affected by strong force are called the hadrons. Hadrons contains baryons as well as mesons, and particles unaffected by strong force are the leptons and the photons. Okay. Now we know the leptons in details. There are electron, neutrino, muon, neutrino, tau particle and tau neutrino. All of these are fermionic particles. Now in the hadrons we have baryons as well as mesons. Baryons consist of nucleons as well as hyperons such as lambda, sigma, psi and omega particle. Meson consists of pi meson, k mesons and eta mesons. Okay. Now apart from these listed elementary particles such as leptons and hadrons we discussed, there are many other elementary particles like resonant particle which are ultra short lived. Okay. ഇതിൽ പറഞ്ഞിരിക്കുന്ന നമ്മൾ ലെപ്റ്റോൺസും ഹാഡ്രോൺസിനും ലിസ്റ്റ് ചെയ്തിരിക്കുന്ന പാർട്ടിക്കിൾസിന് പുറമെ തൗസൻഡ്സ് ഓഫ് എലമെൻ്ററി പാർട്ടിക്കിൾസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ. അൾട്രാ ഷോർട്ട് ലീവ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ്. അൾട്രാ ഷോർട്ട് ലീവ്ഡ് എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് വളരെ കുറഞ്ഞ സമയത്തേക്ക് എക്സിസ്റ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾസാണ് റെസണൻറ്റ് പാർട്ടിക്കിൾസ്. അപ്പോൾ അതുപോലെ റെസണൻറ്റ് പാർട്ടിക്കിൾസിനെ പോലെയുള്ള ഒരുപാട് അനവധി പാർട്ടിക്കിൾസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇവരെല്ലാം ഒരു ഓർഡർ, ഓരോ പാർട്ടിക്കിളിൻ്റെയും ഡീക്കേയും അല്ലെങ്കിൽ ഡീകമ്പോസിഷൻ, ട്രാൻസ്ഫോർമേഷനൊക്കെ ഒരു ഓർഡർ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഓക്കെ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മളൊരു പാർട്ടിക്കിളിന് ഒരു ക്വാണ്ടം നമ്പർ അസൈൻ ചെയ്തിട്ടാണ് ഒരു ഓർഡറിങ്, ഓരോ റിയാക്ഷൻ്റെയും അല്ലെങ്കിൽ ഒരു ഡീകേ പ്രോസസ്സിൻ്റെ ഒരു ഓർഡർ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് പാർട്ടിക്കിൾ ക്വാണ്ടം നമ്പർ. ഓക്കെ. ഇനി പാർട്ടിക്കിൾ ക്വാണ്ടം നമ്പർ എന്താണെന്ന് നോക്കാം. സോ നമുക്കിവിടെ പഠിക്കാനുള്ളത് മൂന്ന് ടൈപ്പിലുള്ള പാർട്ടിക്കിൾ നമ്പർ ആണ്, പാർട്ടിക്കിൾ ക്വാണ്ടം നമ്പറാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ബേരിയോൺ നമ്പർ. ഓക്കെ. ബേരിയോൺ നമ്പറിന് സൂചിപ്പിക്കുന്ന ലെറ്ററാണ് ബി. അപ്പം എന്താണ് ബേരിയോൺ നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കാം. ഓക്കെ. So all the baryons have a baryon number which is equal to 1. Baryon എന്നുള്ള കാറ്റഗറിയിൽ എന്തൊക്കെയുണ്ട്? ന്യൂക്ലിയോൺസ് ഉണ്ട്, ഹൈപ്പറോൺസ് ഉണ്ട് അല്ലേ? ആ കാറ്റഗറിയിൽ വരുന്ന എല്ലാ പാർട്ടിക്കിളിനെയും ഒരു നമ്പർ കൊണ്ട് അസൈൻ ചെയ്തിട്ടുണ്ട്. ആ നമ്പറാണ് ബി ഈക്വൽ ടു 1 എന്നുള്ള നമ്പർ, +1 ആണ്. ഓക്കെ. Now all the ആൻറ്റി ബാരിയോൺസ്, അതായത് ഓരോ പാർട്ടിക്കിളിനും അതിന് ആൻറ്റി പാർട്ടിക്കിൾ ഉണ്ട് അല്ലേ? ഇപ്പോൾ ന്യൂട്രോൺ ആണെങ്കിൽ അതിൻ്റെ ആൻറ്റി പാർട്ടിക്കിൾ ആൻറ്റി ന്യൂട്രോൺ ആണ്. അതുപോലെ പ്രോട്ടോണിൻ്റെ ആൻറ്റി പാർട്ടിക്കിൾ ആൻറ്റി പ്രോട്ടോൺ ആണ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ ബേരിയോണിൻ്റെയും ആൻറ്റി പാർട്ടിക്കിളിന് ഒരു ബേരിയോൺ നമ്പർ എന്തായിരിക്കും? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, +1 എന്ന നേരെ ഓപ്പോസിറ്റ്, ദാറ്റ് ഈസ് -1. ഓക്കെ. ഇനി ബേരിയോണിൻ്റെ ആൻറ്റി പാർട്ടിക്കിളും അല്ലാത്ത മറ്റെല്ലാ പാർട്ടിക്കിളിനും ബേരിയോൺ നമ്പർ 0 ആയിരിക്കും. ഓക്കെ. ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ന്യൂട്രോണിൻ്റെ ബേരിയോൺ നമ്പർ എന്ന് പറഞ്ഞാൽ 1 ആണ്, +1. ആൻറ്റി ന്യൂട്രോണിൻ്റെ -1 ആണ്. അതിന് പകരം ഇലക്ട്രോണിൻ്റെ ബേരിയോൺ നമ്പർ, ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഏത് കാറ്റഗറിയിൽ വരുന്നു? ഇലക്ട്രോൺ മെസോൺ ആണ്. ഓക്കെ. ബേരിയോൺ അല്ല. അപ്പോൾ ബേരിയോൺ അല്ലാത്തതുകൊണ്ട് ബേരിയോൺ നമ്പർ 0 ആയിരിക്കും. ഓക്കെ. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് ബേരിയോൺ നമ്പർ ഈസ് ദാറ്റ് ദ ടോട്ടൽ ബേരിയോൺ നമ്പർ ഈസ് കൺസേർവ്ഡ്. അതായത് total baryon number before a process or decay is equal to total baryon number after the process. ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു ഡീകേ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് റിയാക്ഷൻ നടക്കുന്നതിന് മുന്നേ ഉള്ള ടോട്ടൽ ബേരിയോൺ, അതായത് ആ റിയാക്ഷനിൽ ഉൾപ്പെടുന്ന എല്ലാ പാർട്ടിക്കിളിൻ്റെയും ബേരിയോൺ നമ്പർ സം ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആ ഡീകേ പ്രോസസ്സ് നടന്നു കഴിഞ്ഞിട്ട്
അത് ട്രാൻസ്ഫോർമേഷൻ നടന്ന് ഏതൊക്കെ പാർട്ടിക്കിളായി ആ പാർട്ടിക്കിളിൻ്റെ എല്ലാ ബേരിയോൺ നമ്പറും സം ചെയ്ത് കിട്ടുന്നതും സെയിം ആയിരിക്കും. അതായത് ബിഫോർ ദ റിയാക്ഷനും ആഫ്റ്റർ ദ റിയാക്ഷനും ടോട്ടൽ ബേരിയോൺ നമ്പർ സെയിം ആയിരിക്കും. അതിന് പറയുന്നതാണ് ബേരിയോൺ നമ്പർ ഈസ് കൺസേർവ്ഡ്, ടോട്ടൽ ബേരിയോൺ നമ്പർ ഈസ് കൺസേർവ്ഡ്. ഓക്കെ, ഇതിനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഒരു ന്യൂട്രോൺ ഡീക്ക് ഒരു റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ന്യൂട്രോൺ എന്തായിട്ട് മാറുന്നു? ഒരു പ്രോട്ടോണും ഇലക്ട്രോണും ഒരു ആൻറ്റി ന്യൂട്രിനോ, ഇലക്ട്രോൺ ന്യൂട്രിനോൻ്റെ ആൻറ്റി പാർട്ടിക്കിൾ ആൻറ്റി ന്യൂട്രിനോ മാറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പ്രോസസ്സിൽ നോക്കുക ഏതൊക്കെയാണ് ബേരിയോൺസ് നോക്കുക. ന്യൂട്രോൺ ബേരിയോൺ ആണ്, അപ്പോൾ അതിന് ബേരിയോൺ നമ്പർ +1 ആണ്. താഴെയുള്ള ലൈൻ നോക്കുക, ഈ LE എന്ന് എഴുതിയത് നോക്കണ്ട, അപ്പോൾ തൽക്കാലം ബേരിയോൺ നമ്പർ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ന്യൂട്രോൺ ബേരിയോൺ ആയതുകൊണ്ട് അതിൻ്റെ ബേരിയോൺ നമ്പർ +1. അതുപോലെ പ്രോട്ടോണും എന്താണ്? ബേരിയോൺ നമ്പർ 1 ആണ്. ഇലക്ട്രോൺ ബേരിയോൺ അല്ല, അതുകൊണ്ട് 0. ആൻറ്റി ന്യൂട്രിനോ ബേരിയോൺ അല്ല, അതിൻ്റെ ബേരിയോൺ നമ്പർ 0. അപ്പോൾ നോക്കിയാൽ അറിയാം, ബിഫോർ ദ റിയാക്ഷൻ ഇവിടെ ഒരൊറ്റ ഒരു പാർട്ടിക്കിളുള്ളൂ, അതിൻ്റെ ബേരിയോൺ നമ്പർ 1 ആണ്. ആഫ്റ്റർ ദ റിയാക്ഷൻ, ഓക്കെ, ആഫ്റ്റർ ദിസ് പ്രോസസ്, decay process, there are 3 particles and all these baryon numbers will added up to give +1, which is equal to the baryon number before the process. അപ്പോൾ ഒരു റിയാക്ഷൻ നടക്കുന്നതിന് മുന്നേ ഉള്ള ബേരിയോൺ നമ്പറും ആ റിയാക്ഷൻ നടന്നു കഴിഞ്ഞിട്ടുള്ള പാർട്ടിക്കിളിൻ്റെ എല്ലാ ബേരിയോൺ നമ്പർ ആഡ് ചെയ്ത് കിട്ടുന്നതും സെയിം ആയിരിക്കും. ഓക്കെ, സോ ബേരിയോൺ നമ്പർ ഈസ് കൺസേർവ്ഡ് ഇൻ ഓൾ പ്രോസസ്. എല്ലാ തരത്തിലുള്ള പ്രോസസ്സിലും ബേരിയോൺ നമ്പർ കൺസേർവ്ഡ് ആയിരിക്കും. ഓക്കെ, നൗ ദ നെക്സ്റ്റ് വൺ ഈസ് ദ ലെപ്റ്റോൺ നമ്പർ. ഓക്കെ, അപ്പോൾ നേരത്തെ ബേരിയോൺ നമ്പർ പറഞ്ഞ പോലെ തന്നെ ലെപ്റ്റോൺ നമ്പർ, പക്ഷേ 3 ലെപ്റ്റോൺ നമ്പർ ഉണ്ട്. അത് ഇലക്ട്രോൺ ലെപ്റ്റോൺ നമ്പർ, മ്യൂഓൺ ലെപ്റ്റോൺ നമ്പർ, അതുപോലെ തന്നെ ടൗ ലെപ്റ്റോൺ നമ്പർ. ഓക്കെ, നേരത്തെ ബേരിയോണിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഇലക്ട്രോൺ ലെപ്റ്റോൺ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണും ഇലക്ട്രോൺ ന്യൂട്രിനോയ്ക്കും ഇലക്ട്രോൺ ലെപ്റ്റോൺ നമ്പർ +1 ആയിരിക്കും. അതുപോലെ ഇതിൻ്റെ രണ്ടിൻ്റെ ആൻറ്റി പാർട്ടിക്കിൾ, അതായത് ഇലക്ട്രോണിൻ്റെ ആൻറ്റി പാർട്ടിക്കിൾ പോസിട്രോണാണ്. പോസിട്രോണിന് ലെപ്റ്റോൺ നമ്പർ -1 ആയിരിക്കും. അതുപോലെ ആൻറ്റി ന്യൂട്രിനോ, ഇലക്ട്രോൺ ന്യൂട്രിനോയ്ക്ക് ലെപ്റ്റോൺ നമ്പർ -1 ആയിരിക്കും. ഓക്കെ, മറ്റെല്ലാ പാർട്ടിക്കിളിനും ഈ ഇലക്ട്രോണും ഇലക്ട്രോൺ ന്യൂട്രിനോ അതുപോലെ ഈ രണ്ടിൻ്റെ ആൻറ്റി പാർട്ടിക്കിൾ അതിലൊഴികെ ബാക്കി എല്ലാ പാർട്ടിക്കിൾസിനും ലെപ്റ്റോൺ നമ്പർ 0 ആയിരിക്കും. ഓക്കെ, അതാണ് ഈ ബോട്ടം ലൈൻ, LE = 0 ഫോർ ഓൾ അതർ പാർട്ടിക്കിൾസ്. ഓക്കെ, അതുപോലെ തന്നെ മ്യൂഓൺ ലെപ്റ്റോൺ ഉണ്ട്. മ്യൂഓണിന് ന്യൂട്രിനോയ്ക്കും ലെപ്റ്റോൺ നമ്പർ +1 ആയിരിക്കും, അതിൻ്റെ ആൻറ്റി പാർട്ടിക്കിൾസിന് -1 ആയിരിക്കും. അതുപോലെ ഇപ്പം മ്യൂഓൺ ന്യൂട്രിനോം ആൻഡ് ഇറ്റ്സ് ആൻറ്റി പാർട്ടിക്കിൾ അല്ലാത്ത ലെപ്റ്റോൺസ്, അതായത് ഫോർ ഇലക്ട്രോണിന് മ്യൂഓൺ ലെപ്റ്റോൺ നമ്പർ എത്രയായിരിക്കും? 0 ആയിരിക്കും. ബിക്കോസ് അത് മ്യൂഓൺ ന്യൂട്രിനോ എന്നുള്ള കാറ്റഗറിയിൽ വരുന്നതല്ല. മ്യൂഓൺ ന്യൂട്രിനോ അല്ലെങ്കിൽ അതിൻ്റെ ആൻറ്റി പാർട്ടിക്കിൾ ആ കാറ്റഗറിയിൽ വരുന്നതല്ല. അതുകൊണ്ട് ഇലക്ട്രോണിന് Lμ 0 ആയിരിക്കും. ഓക്കെ, മ്യൂഓൺ ലെപ്റ്റോൺ നമ്പർ 0 ആയിരിക്കും. അതുപോലെ തന്നെയാണ് ടൗ ലെപ്റ്റോൺ നമ്പർ. ശ്രദ്ധിക്കുക, ടൗ എന്നുള്ള പാർട്ടിക്കിൾ ടൗ ന്യൂട്രിനോ, അതുപോലെ ഈ 2 പാർട്ടിക്കിളിൻ്റെ ആൻറ്റി പാർട്ടിക്കിൾ, ആ 2 കേസിലും എന്തായിരിക്കും? ടൗ ലെപ്റ്റോൺ നമ്പർ ഉണ്ടായിരിക്കും, പ്രസൻ്റ് ആയിരിക്കും. ടൗ അതുപോലെ ടൗ ന്യൂട്രിനോയ്ക്ക് ലെപ്റ്റോൺ നമ്പർ +1 ആയിരിക്കും. അതിൻ്റെ രണ്ടിൻ്റെ ആൻറ്റി പാർട്ടിക്കിളിന് ലെപ്റ്റോൺ നമ്പർ -1 ആയിരിക്കും. ഓക്കെ, മറ്റെല്ലാ പാർട്ടിക്കിളിനും ടൗ ലെപ്റ്റോൺ നമ്പർ 0 ആയിരിക്കും. ഓക്കെ, ബേരിയോൺ നമ്പർ കൺസർവേഷൻ പറഞ്ഞ പോലെ തന്നെ നമുക്കിവിടെ എന്തുണ്ട്? ടോട്ടൽ ലെപ്റ്റോൺ നമ്പർ ഈസ് കൺസേർവ്ഡ് ഇൻ ഓൾ പ്രോസസ്. ഇൻ ഓൾ പ്രോസസ് എന്നുള്ളത് വളരെ ആവശ്യമുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. എല്ലാ പ്രോസസ്സിലും ലെപ്റ്റോൺ നമ്പർ കൺസേർവ്ഡ് ആയിരിക്കും. എല്ലാ ലെപ്റ്റോൺ നമ്പറും, ലെപ്റ്റോൺ നമ്പർ ഉണ്ട്, മ്യൂഓൺ ലെപ്റ്റോൺ നമ്പർ ഉണ്ട്, ടൗ ലെപ്റ്റോൺ നമ്പർ ഉണ്ട്. ഇതെല്ലാം എല്ലാ പ്രോസസ്സിലും കൺസേർവ്ഡ് ആയിരിക്കും. ഓക്കെ, നേരത്തെ നമ്മൾ എടുത്ത ന്യൂട്രോണിൻ്റെ ഡീക്കേ പ്രോസസ്സ് ഒന്നുകൂടി എടുക്കാം. അതിൽ ലെപ്റ്റോൺ നമ്പർ കൺസേർവ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ന്യൂട്രോൺ എന്നുള്ളത് ബേരിയോൺ ആണ്, അതിന് ലെപ്റ്റോൺ നമ്പർ 0 ആയിരിക്കും. ഓക്കെ, ലെപ്റ്റോൺ നമ്പറാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ബിക്കോസ് ഇവിടെ ഇലക്ട്രോണും ഇലക്ട്രോൺ ന്യൂട്രിനോ ആണ് ഉള്ളത്. മറ്റ് മ്യൂഓണും ടൗ പാർട്ടിക്കിൾസ് ഇല്ലാത്തതുകൊണ്ടാണ്
ഇലക്ട്രോൺ നമ്പർ ഇവിടെ എടുത്തിരിക്കുന്നത്. ഓക്കെ, നൗ the electron number of the products or the particles after the reaction നോക്കാം. പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ ബേരിയോൺ ആണ്, അതുകൊണ്ട് ഇലക്ട്രോൺ നമ്പർ 0 ആണ്. ഇലക്ട്രോൺ നമ്പർ +1. ആൻറ്റി ഇലക്ട്രോൺ ന്യൂട്രിനോ ആണ്. അപ്പോൾ ഇലക്ട്രോൺ ന്യൂട്രിനോയുടെ ആൻറ്റി പാർട്ടിക്കിളാണ് ഇത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇലക്ട്രോൺ നമ്പർ -1 ആയിരിക്കും. ഇലക്ട്രോൺ ന്യൂട്രിനോയ്ക്ക് +1ഉം ഇലക്ട്രോൺ ന്യൂട്രിനോൻ്റെ ആൻറ്റി പാർട്ടിക്കിളിന് -1 ആയിരിക്കും. ഓക്കെ, നൗ ബിഫോർ ദ റിയാക്ഷൻ ഇലക്ട്രോൺ നമ്പർ 0 ആണ്. ആഫ്റ്റർ ദ റിയാക്ഷൻ 0 +1 +-1. അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 വരും. അപ്പോൾ ഈ റിയാക്ഷനിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്ത്, ഇലക്ട്രോൺ നമ്പർ ഈസ് കൺസേർവ്ഡ് ഇൻ എ ന്യൂട്രോൺ ഡീകേ പ്രോസസ്. ഓക്കെ, ഇനി മറ്റുള്ള എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിളാണിത്. പയോണിൻ്റെ ഡീകേ കൊടുത്തിട്ടുണ്ട്. ഒരു പൈ മൈനസ് പാർട്ടിക്കിൾ മ്യൂ മൈനസ് പ്ലസ് ന്യൂട്രിനോയുടെ ആൻറ്റി പാർട്ടിക്കിളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും മ്യൂ ഇലക്ട്രോൺ നമ്പർ എടുക്കുകയാണെങ്കിൽ പയോൺ എന്നുള്ളത് മെസോൺ ആണ്, അതുകൊണ്ട് അതിൻ്റെ മ്യൂ ഇലക്ട്രോൺ നമ്പർ 0 ആയിരിക്കും. ഇപ്പോൾ മ്യൂഓണ് ഇലക്ട്രോൺ നമ്പർ +1, ഇതിൻ്റെ ആൻറ്റി ന്യൂട്രോണൊക്കെ -1 ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും ബിഫോർ ദ റിയാക്ഷൻ 0, ആഫ്റ്റർ ദ റിയാക്ഷൻ +1 +-1 അതും 0 ആയിരിക്കും. അപ്പോൾ മ്യൂ ഇലക്ട്രോൺ നമ്പർ കൺസേർവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ മ്യൂ ഓൺ ഡീകേ. ഇപ്പോൾ മ്യൂ മൈനസ് ഡീകേ ചെയ്തിട്ട് ഒരു ഇലക്ട്രോണായി, മ്യൂ ന്യൂട്രിനോ ആയി, അതുപോലെ ആൻറ്റി ഇലക്ട്രോൺ ന്യൂട്രിനോ ആയിട്ട് മാറി. ഓക്കെ, ഇവിടെ ഇലക്ട്രോൺ നമ്പർ എടുക്കുന്ന സമയത്ത് മ്യൂഓൺ എന്നുള്ളത് ഇലക്ട്രോൺ നമ്പർ 0 ആയിരിക്കും, ഇലക്ട്രോണിന് +1 ആയിരിക്കും. ഇലക്ട്രോൺ നമ്പർ 4 മ്യൂ ന്യൂട്രിനോ 0 ആയിരിക്കും. അതുപോലെ ആൻറ്റി ഇലക്ട്രോൺ ന്യൂട്രിനോ ആണിത്, അതിന് ഇലക്ട്രോൺ നമ്പർ -1 ആയിരിക്കും. ബിഫോർ ദ റിയാക്ഷൻ ഇലക്ട്രോൺ നമ്പർ 0, ആഫ്റ്റർ ദ റിയാക്ഷൻ +1 +0 +-1 അതും 0 ആയിരിക്കും. അത് ഇലക്ട്രോൺ നമ്പർ കൺസേർവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, അതുപോലെ ഇതേ റിയാക്ഷനിൽ ഇനി മ്യൂ ഇലക്ട്രോൺ നമ്പർ എടുത്ത് നോക്കാം. ഇവിടെ മ്യൂ ഇലക്ട്രോൺ നമ്പർ എടുക്കുന്ന സമയത്ത് മ്യൂ എന്നുള്ള പാർട്ടിക്കിൾ, മ്യൂ മൈനസ് എന്നുള്ള പാർട്ടിക്കിളിന് ഇലക്ട്രോൺ നമ്പർ +1 ആയിരിക്കും. ഇലക്ട്രോണിന് മ്യൂ ഇലക്ട്രോൺ നമ്പർ 0 ആയിരിക്കും. ഇതിന് മ്യൂ ന്യൂട്രിനോയ്ക്ക് മ്യൂ ഇലക്ട്രോൺ നമ്പർ +1 ആയിരിക്കും. അതുപോലെ ആൻറ്റി ഇലക്ട്രോൺ ന്യൂട്രിനോയ്ക്ക് മ്യൂ ഇലക്ട്രോൺ നമ്പർ 0 ആയിരിക്കും. ബിഫോർ ദ റിയാക്ഷൻ +1 ആണ്, ആഫ്റ്റർ ദ റിയാക്ഷനും +1 ആണ്. അപ്പോൾ മ്യൂ ഇലക്ട്രോൺ നമ്പറും കൺസേർവ് ചെയ്യുന്നുണ്ട്. ഇനി പെയർ പ്രൊഡക്ഷൻ എന്നുള്ള പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫോട്ടോൺ വന്നിട്ട്, ഗാമ എന്നുള്ളത് സൂചിപ്പിക്കുന്നത് ഫോട്ടോൺ വന്നിട്ട് ഒരു ഇലക്ട്രോണും പോസിട്രോണുമായിട്ടുള്ള പെയറായിട്ട് മാറുന്നതാണ് പ്രോസസ്സാണ് പെയർ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. നടക്കുന്നത് ഒരു ഹെവി ന്യൂക്ലിയസിന് അടുത്തുള്ള ഒരു സ്ഥലത്തായിരിക്കും. ഓക്കെ, ഇൻ ദ പ്രസൻസ് ഓഫ് എ ഹെവി ന്യൂക്ലിയസ് എ ഫോട്ടോൺ splits into electron and positron. ഓക്കെ, ഇവിടെ ഇലക്ട്രോൺ നമ്പർ കൺസേർവ് ചെയ്യുന്നുണ്ടോ നോക്കാം. ഓക്കെ, ഫോട്ടോണിന് ഇലക്ട്രോൺ നമ്പർ 0 ആയിരിക്കും, ഇലക്ട്രോണിന് +1 ആയിരിക്കും, പോസിട്രോണിന് ഇലക്ട്രോണിൻ്റെ ആൻറ്റി പാർട്ടിക്കിളാണ് പോസിട്രോൺ, അതിൻ്റെ ഇലക്ട്രോൺ നമ്പർ -1 ആയിരിക്കും. ബിഫോർ ദ റിയാക്ഷൻ 0, ആഫ്റ്റർ ദ റിയാക്ഷൻ 1 +1 +-1, that is also 0. So electron number is conserved during pair production. Okay, now we move on to strangeness quantum number, which is denoted by S. Okay, ഇപ്പം സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ പറയുന്നതിന് മുന്നേ എന്താണ് സ്ട്രേഞ്ച് പാർട്ടിക്കിൾ എന്ന് പറയണം. ഇപ്പോൾ സ്ട്രേഞ്ച് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ കയോൺസ്, അതായത് കെ മെസോൺസ് ഏതൊക്കെയുണ്ട്? K+ ഉണ്ട്, KS0 ഉണ്ട്, KL0 ഉണ്ട്. ഇതിനാണ് കയോൺസ് എന്ന് പറയുന്നത്. K+, KS0, KL0. ഓക്കെ, അതുപോലെ തന്നെ ഹൈപ്പറോൺസ് എന്ന് പറഞ്ഞാൽ ബേരിയോൺസിൽ ന്യൂക്ലിയോൺസ് ഒഴികെയുള്ള മറ്റുള്ള പാർട്ടിക്കിളാണ് ഹൈപ്പറോൺസ്. അപ്പോൾ അതിൽ വരുന്നത് λ0, σ+, σ-, σ0, ψ0, ψ-, ω-. ഇത്രയും പാർട്ടിക്കിളാണ് ഹൈപ്പറോൺസ്.
ഈ രണ്ട് കാറ്റഗറിയിലുള്ള പാർട്ടിക്കിൾസ് ദേ ആർ ഓൾവേസ് പ്രൊഡ്യൂസ്ഡ് ഇൻ പെയർസ്. ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് എപ്പോഴും പെയർ ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. എപ്പോഴും ഒരു കയോൺ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനോട് കൂടെ തന്നെ വേറൊരു കയോൺ ഉണ്ടാവും. അല്ല, ഹൈപ്പറോൺസ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഹൈപ്പറോൺ മാത്രമായിട്ട് ക്രിയേറ്റ് ചെയ്യില്ല, അതൊരു പെയർ ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സ്ട്രേഞ്ച് ബിഹേവിയർ ഉള്ളതുകൊണ്ട് അതിന് സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ എന്നുള്ളൊരു ക്വാണ്ടം നമ്പർ അസൈൻ ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ പാർട്ടിക്കിളിന് പറയുന്ന പേരാണ് സ്ട്രേഞ്ച് പാർട്ടിക്കിൾ. ഓക്കെ, ഈ സ്ട്രേഞ്ച് പാർട്ടിക്കിളിൻ്റെ സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ ഈ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ സ്ട്രേഞ്ച് പാർട്ടിക്കിൾ കയോൺസിന് സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ +1 ആയിരിക്കും. ഓക്കെ, അത് λ0ക്ക് -1 ആണ്. സിഗ്മ പാർട്ടിക്കിൾസിന് സിഗ്മ പ്ലസ്, സിഗ്മ മൈനസ്, സിഗ്മ 0 എന്നുള്ള പാർട്ടിക്കിളിന് സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ -1 ആയിരിക്കും. Ψ0യും Ψ-നും സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ -2, ഒമേഗ മൈനസിന് -3 ആയിരിക്കും. ഇനി ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, സ്ട്രേഞ്ച് പാർട്ടിക്കിളിനും അതിൻ്റെ ആൻറ്റി പാർട്ടിക്കിളിൻ്റെ സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ ആണ് താഴെയുള്ള ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണുള്ളത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ ഇവിടെ വരുന്നത്. അപ്പോൾ കയോൺസിൻ്റെ K+ൻ്റെ ആൻറ്റി പാർട്ടിക്കിളാണ് K-. ഇത് രണ്ടും മാറിപ്പോകരുത്. ബാക്കി എല്ലാതും ഒരുവിധം മാറാതിരിക്കാൻ അങ്ങനെ കൺഫ്യൂഷൻ വരാൻ സാധ്യതയില്ല. കൺഫ്യൂഷൻ വരുന്നത് K+ഉം അതുപോലെ തന്നെ Ψ-ഉം. K+ ആണ് പാർട്ടിക്കിൾ, K- അതിൻ്റെ ആൻറ്റി പാർട്ടിക്കിളാണ്. അപ്പോൾ ആൻറ്റി പാർട്ടിക്കിളിന് -1 ആയിരിക്കും. ഓക്കെ, ഇതിൻ്റെ നേരെ ഈ 3 പാർട്ടിക്കിളിൻ്റെയും സ്ട്രേഞ്ച്നെസ് നമ്പർ +1 ആണ്. പക്ഷേ അതിൻ്റെ ആൻറ്റി പാർട്ടിക്കിൾ K-, KS0 ബാർ, KL0 ബാർ, ഇതിൻ്റെ ആൻറ്റി സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ -1. λ0ക്ക് -1 ആയിരുന്നു, അതിൻ്റെ ആൻറ്റി പാർട്ടിക്കിൾ λ0 ബാറിന് +1 ആണ് സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ. അതുപോലെ സിഗ്മ മൈനസ്, സിഗ്മ പ്ലസ്, സിഗ്മ മൈനസ്, സിഗ്മ 0. അപ്പം ഈ മൂന്നിനും സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ -1 ആയിരുന്നു. ഇപ്പം സിഗ്മ പ്ലസിൻ്റെ ആൻറ്റി പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ചാർജ് മാറി സിഗ്മ മൈനസ് ആയി, അതുപോലെ തന്നെ ഒരു ബാർ ഉണ്ട്. അപ്പോൾ സിഗ്മ മൈനസ് ബാർ ആണ് സിഗ്മ പ്ലസിൻ്റെ ആൻറ്റി പാർട്ടിക്കിൾ. സിഗ്മ മൈനസിൻ്റെ ആൻറ്റി പാർട്ടിക്കിൾ എന്താണ്? സിഗ്മ പ്ലസ് ബാർ ആണ്. ഓക്കെ, സിഗ്മ 0യുടെ ആൻറ്റി പാർട്ടിക്കിൾ സിഗ്മ 0 ബാർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഈ 3 ആൻറ്റി പാർട്ടിക്കിളിൻ്റെയും സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ +1 ആണ്. ഓക്കെ, അതുപോലെ Ψ0, Ψ-, അതിൻ്റെ സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ -2 ആയിരുന്നു. അതിൻ്റെ ആൻറ്റി പാർട്ടിക്കിളിൻ്റെ Ψ0യും Ψ+ഉം. അപ്പോൾ ഇവിടെ ബാർ ഇടുന്നില്ല. ബാർ ഇല്ലാത്തത് ഒന്ന് K+ൻ്റെ ആൻറ്റി പാർട്ടിക്കിളിനും അതുപോലെ Ψ-ൻ്റെ ആൻറ്റി പാർട്ടിക്കിളിനും അതിന് ബാർ ഇടുന്നില്ല. ഓക്കെ, അപ്പം Ψ0 ബാറിനും Ψ+നും ഇതിൻ്റെ സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ +2 ആണ്. ഓക്കെ, നൗ the particle omega minus is having a strangeness quantum number -3 and its antiparticle omega plus is having a strangeness quantum number +3. Okay, now ഇതിൽ കൊടുത്തിരിക്കുന്ന ആൻറ്റി പാർട്ടിക്കിൾസിൽ K-, Ψ+, ഒമേഗ പ്ലസ് ഇത്രയും പാർട്ടിക്കിൾസിനെ ആൻറ്റി പാർട്ടിക്കിളായിട്ട് എഴുതുന്ന സമയത്ത് ഒരു ബാർ, അതിൻ്റെ ടോപ്പിലൊരു ബാർ ഇടുന്നില്ല. ഓക്കെ, അതിന് പകരം അതിൻ്റെ പാർട്ടിക്കിളിൻ്റെ ചാർജ് ഏതാണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചാർജ് വെച്ചിട്ടാണ് അതിൻ്റെ ആൻറ്റി പാർട്ടിക്കിളിനെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, നോ എല്ലാ സ്ട്രേഞ്ച് പാർട്ടിക്കിളിനും ഒരു സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ ഉണ്ട്, അതുപോലെ അതിൻ്റെ ആൻറ്റി പാർട്ടിക്കിൾസിനും സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ ഉണ്ട്. ഓക്കെ, ഇത് കൂടാതെയുള്ള മറ്റെല്ലാ പാർട്ടിക്കിൾസും, അതായത് സ്ട്രേഞ്ച് പാർട്ടിക്കിൾസ് അല്ലാത്ത ബാക്കി എല്ലാ പാർട്ടിക്കിൾസിനും സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ 0 ആയിരിക്കും. ഓക്കെ, നൗ നമ്മുടെ ബേരിയോണിൻ്റെയും ലെപ്റ്റോണിൻ്റെയും കേസിൽ ബേരിയോൺ നമ്പർ കൺസർവേഷൻ അതുപോലെ ലെപ്റ്റോൺ നമ്പർ കൺസർവേഷൻ എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബേരിയോൺ നമ്പറും ലെപ്റ്റോൺ നമ്പറും എല്ലാ പ്രോസസ്സിലും കൺസേർവ്ഡ് ആണ്. ഓക്കെ, പക്ഷേ ഇവിടെ സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ എല്ലാ പ്രോസസ്സിലും കൺസേർവ്ഡ് അല്ല. ഓക്കെ, ഇത് കൺസേർവ്ഡ് ആവുന്നത് ഇൻ ഓൾ പ്രോസസ്സസ് മീഡിയേറ്റഡ് ബൈ സ്ട്രോങ് ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻട്രാക്ഷൻ. സ്ട്രോങ് ഇൻട്രാക്ഷൻ അതുപോലെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻട്രാക്ഷൻ മീഡിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സിൽ മാത്രമാണ് സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ കൺസേർവ് ആവുന്നത്. അപ്പം അതിനൊരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2 പ്രോട്ടോൺസ് കൊളൈഡ് ചെയ്തിട്ട് ഉണ്ടാവുന്ന പാർട്ടിക്കിൾസാണ് λ0, K0, ദിസ് എ പ്രോട്ടോൺ ആൻഡ് എ Pi+ പാർട്ടിക്കിൾ. ഓക്കെ,
ഈ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിൻ്റെ കൊളീഷൻ ആയതുകൊണ്ട് ഇത് സ്ട്രോങ് ഫോഴ്സ് മീഡിയേറ്റ് ചെയ്യുന്ന ഒരു എന്താണ് പ്രോസസ്സാണ്. അപ്പോൾ ഈ കേസിൽ സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ കൺസേർവ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാം, നോക്കാം. അപ്പം സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ, പ്രോട്ടോൺ സ്ട്രേഞ്ച് പാർട്ടിക്കിൾ അല്ല, അപ്പോൾ അതുകൊണ്ട് സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ 0 ആണ്. ബിഫോർ ദ റിയാക്ഷൻ സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ 0 ആണ്. ഓക്കെ, ആഫ്റ്റർ ദ റിയാക്ഷൻ നോക്കാം. λ0ക്ക് നമുക്കറിയാം സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ -1 ആണ്. K0ക്ക് സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ +1 ആണ്. പ്രോട്ടോണിന് 0, പൈ പ്ലസിന് 0 ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ 0 ആണ്. അപ്പം ഈ പ്രോസസ്സിൽ this is a process mediated by strong force, and here the strangeness quantum number before the reaction and after the reaction is the same. Okay, now നേരത്തെ പറഞ്ഞു strangeness quantum number strong interaction അതുപോലെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻട്രാക്ഷൻ മീഡിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് മാത്രമേ strangeness quantum number കൺസേർവ് ആവുന്നുള്ളൂ. ഓക്കെ, അപ്പം വീക്ക് ഇൻട്രാക്ഷൻ മീഡിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണെങ്കിൽ സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ കൺസേർവ് ചെയ്യില്ല എന്ന് പറയുമ്പോഴും അവിടെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. എന്താണ്, ഈവൻ ദ വീക്ക് ഇൻട്രാക്ഷൻ ഡസ് നോട്ട് അലൗ എസ് ടു ചേഞ്ച് മോർ ദാൻ +or-1 ഇൻ എ ഡികെ. അതായത് സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പറിലുള്ള വ്യത്യാസം ബിഫോർ ദ റിയാക്ഷനും ആഫ്റ്റർ ദ റിയാക്ഷനും തമ്മിലുള്ള വ്യത്യാസം ഏത് നമ്പർ വേണമെങ്കിലും ആവാൻ പറ്റില്ല. അത് ചേഞ്ച്, അതിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഒന്നുകിൽ +1 ആവും, ഒന്ന് കൂടുക അല്ലെങ്കിൽ ഒന്ന് കുറയുക ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ബേരിയോണിൻ്റെ ഒരു ബേരിയോണിൻ്റെ ഡികെ നോക്കാം. സൈ മൈനസ് എന്നുള്ള ഒരു ബേരിയോണിൻ്റെ ഡികെ നോക്കാം. ഓക്കെ, ഈ ഡികെ പ്രകാരം ന്യൂട്രോണും പയോണുമായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ സൈ മൈനസിൻ്റെ സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ -2 ആണ്, ന്യൂട്രോണിൻ്റെ 0 ആണ്, പൈയുടെ 0 ആണ്. അപ്പോൾ ബിഫോർ ദ റിയാക്ഷൻ സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ -2 ആണ്, ആഫ്റ്റർ ദ റിയാക്ഷൻ 0 ആണ്. ഓക്കെ, അപ്പോൾ ശരിക്കും ഇവിടെ സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ ആഫ്റ്റർ ദ റിയാക്ഷൻ 2 യൂണിറ്റ് കൂടുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പം ഇത് പക്ഷേ വീക്ക് ഇൻട്രാക്ഷൻ മീഡിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് ശരിക്കും ഈ റൂള് പ്രകാരം, അതായത് റൂൾ എന്താ പറയുന്നത്, വീക്ക് ഇൻട്രാക്ഷൻ മീഡിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണെങ്കിൽ സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ ഒരൊറ്റ യൂണിറ്റ് കൂടാനോ കുറയാനോ പാടുള്ളൂ. പക്ഷേ ഇവിടെ നോക്കിയാൽ അറിയാം ഇത് 2 യൂണിറ്റ് കൂടിയിട്ടുണ്ട്. ഓക്കെ, പിന്നീട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റിയാക്ഷൻ കൂടുതലായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത സമയത്ത് ഇത് മനസ്സിലായ ഒരു കാര്യം, ഇതിങ്ങനെ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ഡികെ അല്ല നടക്കുന്നത്. ദ ഡികെ ടേക്ക് പ്ലേസ് ഇൻ 2 സ്റ്റെപ്സ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ സൈ മൈനസ് λ0 ആയിട്ടും പൈ മൈനസ് ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും, സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെത് -2, λ0യുടെ -1, പൈയുടെ 0. അപ്പോൾ ഇവിടെ സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ 1 യൂണിറ്റ് കൂടി അല്ലേ, -2 എന്നുള്ളത് -1 ആയിട്ട് മാറി. ഓക്കെ, പിന്നീട് ഈ λ0 ആണ് വീണ്ടും ഡികെ ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നത്, ന്യൂട്രോണും പയോണുമായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ -1 എന്നുള്ളത് മാറിയിട്ട് 0 ആയി. അപ്പോൾ ഈ പ്രോസസ്സിലും എന്തായി, 1 യൂണിറ്റാണ് കൂടിയത്, -1 എന്നുള്ളത് 0 ആയിട്ട് മാറി. അപ്പം ഇത് ഡികെ ചെയ്തിട്ട് ന്യൂട്രോണും പയോണുമായിട്ട് മാറി. അതുകൊണ്ടാണ് ഇത് റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ ന്യൂട്രോണും പയോണായിട്ട് മാറുന്നത്. അങ്ങനെയാണ് ഈ ഒരു റിയാക്ഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ റിയാക്ഷൻ നടക്കുന്നത് ഡയറക്റ്റ് റിയാക്ഷൻ അല്ല, അതൊരു ഇൻ്റർമീഡിയറ്റ് സ്റ്റെപ്പ് ഉണ്ട്, അത് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പോൾ ഏത് ഒരു പ്രോസസ്സായാലും വീക്ക് ഇൻട്രാക്ഷൻ മീഡിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് ആണെങ്കിൽ സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ കൺസേർവ് ചെയ്യുന്നില്ല. പക്ഷേ എന്നാൽ പോലും സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പറിൻ്റെ ഉള്ള വ്യത്യാസം ഒരു +or-1 യൂണിറ്റ് മാത്രമേ വ്യത്യാസം ഉണ്ടാവാൻ പാടുള്ളൂ. പക്ഷേ എല്ലാ പ്രോസസ്സിലും all processes which are mediated by strong and electromagnetic interaction, the strangeness quantum number before the reaction and after the reaction should be considered. ഇവിടെ നമ്മൾ 3 തരത്തിലുള്ള പാർട്ടിക്കിൾ ക്വാണ്ടം നമ്പർ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അതിലൊന്ന് ബേരിയോൺ നമ്പർ, മറ്റൊന്ന് ഇലക്ട്രോൺ നമ്പർ,
മൂന്നാമത്തേത് സ്ട്രേഞ്ച്നെസ് കോണ്ടന്റ് നമ്പർ. ഓക്കെ, നൗ ഈ കോണ്ടന്റ് നമ്പേഴ്സ് കൂടാതെ വേറെയും പാർട്ടിക്കിൾ കോണ്ടന്റ് നമ്പേഴ്സ് അവൈലബിൾ ആണ്. ഓക്കെ, പക്ഷേ ഇത് നമുക്ക് തൽക്കാലം ആ കോണ്ടന്റ് നമ്പേഴ്സ്, മറ്റുള്ള കോണ്ടന്റ് നമ്പേഴ്സ് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളുടെ സിലബസ് പ്രകാരം ഈ 3 കോണ്ടന്റ് നമ്പേഴ്സ് പഠിക്കാനുള്ളൂ. സോ we should be thorough with these 3 quantum numbers and how to check the conservation of different quantum numbers. Okay, the baryon number, electron number എല്ലാ പ്രോസസ്സിലും കൺസേർവ്ഡ് ആണ്. പക്ഷേ ശ്രദ്ധിക്കാനുള്ളത് സ്ട്രേഞ്ച്നെസ് ക്വാണ്ടം നമ്പർ വീക്ക് ഇൻട്രാക്ഷൻ മീഡിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സിൽ കൺസേർവ് ചെയ്തുകൊള്ളണം എന്നില്ല. ഓക്കെ, കൺസേർവ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോഴും അവിടെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. എന്താണ്? സ്ട്രേഞ്ച്നെസ് കോണ്ടന്റ് നമ്പർ 1 യൂണിറ്റിൽ വ്യത്യാസം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളതുള്ളൂ in processes which is mediated by weak interactions. Okay.